നമസ്കാരം. എല്ലാ KCN പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൊസ്ദുർഗ് ഉപജില്ല ചാമ്പ്യന്മാർ. 958 പോയിന്റുകൾ നേടിയാണ് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾക്കൊടുവിൽ ഹൊസ്ദുർഗ് ഉപജില്ല കലാകിരീടം നേടിയത്. കാസർഗോഡ് പാത്രം കഴുകുകയായിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ച് കൊല്ലുവാൻ ശ്രമം. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്തൂരിലെ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറെ സ്കൂട്ടർ ഇടിച്ച് കൊല്ലുവാൻ ശ്രമമെന്ന് പരാതി. ചെറുവത്തൂർ തിമിരി സ്വദേശിയും ഹൃദയരോഗ ചികിത്സയിലുമുള്ള KP സതീശനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് CH സെന്റർ രണ്ടാമത് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ കേരള യാത്ര പ്രചരണാർത്ഥം സൈക്കിൾ റാലി നടത്തി. തൃക്കരിപ്പൂർ തങ്കയം കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസം നീളുന്ന പാട്ടുത്സവത്തിന് തുടക്കം. ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. അർദ്ധരാത്രി സംഘടിച്ചെത്തിയവർ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ അക്രമം നടത്തി. വാഹനങ്ങളും ടോയ്ലറ്റുകളും അടിച്ചു തകർത്തു. അക്രമത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൊസ്ദുർഗ് ഉപജില്ല ചാമ്പ്യന്മാർ. 958 പോയിന്റുകൾ നേടിയാണ് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾക്കൊടുവിൽ ഹൊസ്ദുർഗ് ഉപജില്ല കലാകിരീടം ചൂടിയത്. സ്കൂൾ തലത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂൾ 236 പോയിന്റുമായി ഒന്നാമതെത്തി. മൊഗ്രാലിൽ നടന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൊസ്ദുർഗ് ഉപജില്ല ചാമ്പ്യന്മാർ. 958 പോയിന്റുകൾ നേടിയാണ് ഹൊസ്ദുർഗ് ഉപജില്ല കലാകിരീടം നേടിയത്. 950 പോയിന്റുകൾ നേടി കാസർഗോഡ് ഉപജില്ല 2ാം സ്ഥാനം കരസ്ഥമാക്കി. ചെറുവത്തൂർ ഉപജില്ലയ്ക്കാണ് 3ാം സ്ഥാനം. 852 പോയിന്റുകളാണ് ചെറുവത്തൂർ ഉപജില്ല നേടിയത്. കഴിഞ്ഞ ദിവസം വരെ 30ലേറെ പോയിന്റ് ലീഡ് സൂക്ഷിച്ച് മുന്നേറിയ കാസർഗോഡ് ഉപജില്ലയെ ഞെട്ടിച്ചായിരുന്നു അവസാന ദിവസം ഹൊസ്ദുർഗിന്റെ കുതിപ്പ്. അവസാന ദിവസം വരെ ഒപ്പത്തിനൊപ്പമായിരുന്നു ഇരു ഉപജില്ലകളും. ഒടുവിൽ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഹൊസ്ദുർഗ് ഉപജില്ല കിരീടം ഉറപ്പിച്ചു. സ്കൂൾ തലത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ സ്കൂൾ 236 പോയിന്റുമായി ഒന്നാമതെത്തി. 194 പോയിന്റുമായി ചട്ടഞ്ചാൽ CHSS രണ്ടാമത് എത്തി. 185 പോയിന്റുമായി ചായോത്ത് GHSS 3ാം സ്ഥാനത്തും 173 പോയിന്റുള്ള രാജ CHSS നീലേശ്വരം 4ാം സ്ഥാനവും നേടി. വിധി നിർണയത്തിനെതിരെ 50ലധികം അപ്പീലുകളാണ് ഇത്തവണ ലഭിച്ചത്. ഇവ ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദഗ്ധ സമിതി പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാത്രം കഴുകുകയായിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ച് കൊല്ലുവാൻ ശ്രമം. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബേഡടുക ചെമ്പക്കാടിലെ വാവടുക്കം സ്വദേശി ജാനകിക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ജാനകിയുടെ ഭർത്താവ് വാവടുക്കം സ്വദേശി P രവിയെ ബേഡകം പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പാത്രം കഴുകുകയായിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ചു കൊല്ലുവാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. ബേഡടുക്ക ചെമ്പക്കാടിലെ വാവടുക്കം P ജാനകിക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ഇവരുടെ ഭർത്താവ് വാവടുക്കം സ്വദേശി P രവിയെ ബേഡകം SI സുരേഷ് അറസ്റ്റ് ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ഇവരുടെ സഹോദരിയുടെ മകൻ ചെമ്പക്കാടിലെ സുരേഷ് ബാബുവിനും ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റു. വീട്ടുമുറ്റത്ത് പാത്രം കഴുകുകയായിരുന്ന ജാനകിയുടെ ദേഹത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴാണ് സുരേഷ് ബാബുവിന്റെ ദേഹത്തും ആസിഡ് ഒഴിച്ചത്. കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. സ്ഥിരമായി മദ്യപിച്ച് ഉപദ്രവിക്കുന്ന ഭർത്താവിനെ അകറ്റി നിർത്തിയ വിരോധമാണ് ആക്രമണത്തിന് കാരണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ടൗണിലെ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറെ സ്കൂട്ടർ ഇടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി പരാതി. ചെറുവത്തൂർ തിമിരി സ്വദേശിയും ഹൃദയരോഗ ചികിത്സയിലുള്ള KP സതീശനെ പരിക്കുകളോടെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുവത്തൂർ ടൗണിലെ സിയ സ്റ്റുഡിയോ ഉടമയും തിമിരി മനത്തടം സ്വദേശിയായ KP സതീശൻ ബുധനാഴ്ച രാവിലെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ സ്കൂട്ടർ കൊണ്ട് ഇടിക്കുകയും വീണപ്പോൾ ചവിട്ടുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. അയൽവാസിയായ നവനീത് ആണ് പിറകിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ചു വന്ന് ഇടിച്ച് വീഴ്ത്തിയതെന്നും തന്നെ വധിക്കാനാണ് ശ്രമമുണ്ടായതെന്നും സതീശൻ പറഞ്ഞു. തന്നെയും ഭാര്യയെയും 2 പെൺമക്കളെയും കൊന്ന് കെട്ടിത്തൂക്കുമെന്ന ഭീഷണിയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ കുടുംബപ്രശ്നം ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിനല്ലേ. അതിൽ ഞാൻ നോക്കാൻ പോയതാണ്. നോക്കാൻ സമയത്ത് പെൺകുട്ടി ആളെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടീനെ എടുത്ത് വണ്ടി കയറാൻ നോക്കുമ്പോൾ ഒരു കല്ലെടുത്ത് തന്നെ എറിഞ്ഞു.
ആ കല്ല് എറിഞ്ഞ സമയത്ത് കാലിന് പരിക്ക് പറ്റി. അതെൻ്റെ മക്കൾ ഇടപെട്ട് അവനെ പിന്തിരിപ്പിക്കാൻ പിന്തിരിക്കുന്ന സമയത്ത് എൻ്റെ മകളെ അവൻ ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞത്. അതാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ വൈരാഗ്യമാണ് ഇന്ന് രാവിലെ ഞാൻ ജോലിക്കുന്ന സമയത്ത് അവൻ്റെ വണ്ടി വെച്ച് എൻ്റെ സ്കൂട്ടി വണ്ടി കൊണ്ട് എന്നെ വലിക്കാൻ ശ്രമിച്ചു. വണ്ടി കൊണ്ട് തള്ളി അടിച്ച് റോഡിൽ കിട്ടും. അതിനുശേഷം ചവിട്ടി കണ്ണിന് ശരിക്കൊരു ഇത് വന്നു. ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നത്തിലായിട്ടുണ്ട്. ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ട്. പരിഹാരം പോകാൻ വേണ്ടിയിട്ട് ഈ ആശുപത്രി ചെറുത്തൂർ ആശുപത്രിയിലാണ് കാണിച്ചു. ചെറുത്തൂർ ഗവൺമെൻറ് ആശുപത്രി കാണിച്ചിട്ടിപ്പം അവിടുന്ന് പരിഹാരത്തിൽ പറയുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ട പരിപാടി. അക്രമത്തിൽ ചുണ്ടിനും കണ്ണിന് താഴെയും പരിക്കുണ്ട്. പരിക്കേറ്റ സതീശനെ ആദ്യം ചെറുവത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. നവനീത്തും ഭാര്യയും തമ്മിൽ ചൊവ്വാഴ്ച രാത്രിയുണ്ടായ സംഘർഷത്തിൽ അടികൊണ്ടു വീണ ഭാര്യയെ ആശുപത്രിയിലെത്തിക്കുവാൻ സതീശൻ സഹായിച്ചിരുന്നതിൽ പ്രകോപിതനായാണ് അക്രമമെന്ന് പറയുന്നു. സതീശന്റെ മകൾ സിയയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പറയുന്നു. ചവിട്ടും കുത്തുമേറ്റ് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് CH സെന്റർ രണ്ടാമത് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ സേവന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാസർഗോഡ് CH സെന്ററിന്റെ രണ്ടാമത് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ചികിത്സ ചിലവേറിയതുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എത്ര ചിലവ് വന്നാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് രോഗം മാറുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും. അപ്പോൾ അതിനുവേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളത് അതേറെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. രോഗം തരുന്നത് അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹു ഒരു രോഗിയോടും പിണങ്ങുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് പിണക്കമുണ്ടായിട്ടല്ല രോഗം കൊടുക്കുന്നത്. പരീക്ഷണങ്ങളായി മറ്റുമൊക്കെ ഉണ്ടാവും. ഏത് വിധേന രോഗം വന്നാലും ആ രോഗിയോടൊപ്പം ഞാനുണ്ട് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഉണ്ട് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓടിപ്പിച്ചു തന്നിട്ടുണ്ട്. രോഗിയോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സാന്നിധ്യം ഉള്ള ഒരു പ്രദേശം ഒരു രോഗിയോടൊപ്പം അള്ളാഹു ഉണ്ടാകുമ്പോൾ നമ്മളും അള്ളാഹുവിന്റെ അടിമകളായ സൃഷ്ടികളായ വിശ്വാസികളാണ്. അള്ളാഹുവിനും അന്ത്യനാളിലും പ്രവാചകന്മാർക്ക് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസവും നമ്മളെ രോഗികളുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമ്മുടെ മനസ്സിലെ ആ സേവന സന്നദ്ധത നമ്മെ പ്രേരിപ്പിക്കുകയാണ്. കാസർഗോഡ് ബാങ്ക് റോഡിലുള്ള അരമന ആർക്കേഡ് ബിൽഡിംഗിലാണ് 14 മെഷീനുകൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ യൂണിറ്റ് തയ്യാറാക്കിയത്. കഴിഞ്ഞ വർഷമാണ് 8 മെഷീനുകൾ ഉൾപ്പെടുന്ന ആദ്യ യൂണിറ്റ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ 50ഓളം പാവപ്പെട്ട രോഗികൾക്ക് ഓരോ മാസവും 600-ൽ പരം ഡയാലിസിസ് സൗജന്യമായി ചെയ്തു നൽകുന്നുണ്ട്. ചടങ്ങിൽ CH സെന്റർ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പളാഗേറ്റ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മാഹിൻ കേളോട്ട് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, NA നെല്ലിക്കുന്നി MLA, AKM അഷ്റഫ് MLA, PM മുനീർ ഹാജി, യഹിയ തളങ്കര, അബ്ദുൽ കരീം സിറ്റി ഗോൾഡ്, MP ഷാഫി ഹാജി, അഷ്റഫ് ഫെഡനീർ, അൻവർ ചേരങ്കൈ, ജലീൽ കോയ, ഹനീഫ അരമന, ബഷീർ വെള്ളിക്കോത്ത്, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ഹാരിസ് ചൂരി, കലക്ടർ അബ്ദുൽ ഖാദർ, അസീസ് മരിക്കെ, KB മുഹമ്മദ്, സലാം കന്യപ്പാടി, ഷാഹിന സലീം, KM ഹനീഫ്, അസീസ് കളത്തൂർ, സഹീർ ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം മുദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥികൾ പ്രചരണ സൈക്കിൾ റാലി നടത്തി. സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി കേരള യാത്ര നടത്തുന്നത്.
സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥികൾ പ്രചരണ സൈക്കിൾ റാലി നടത്തി. ഉദിനൂർ സുന്നി സെന്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് ഉപാധ്യക്ഷൻ TP അബ്ദുൽ സലാം ഹാജി, പ്രധാനാധ്യാപകൻ KC ഹുസൈൻ സഖാഫിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MTP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, റസാഖ് പുഴക്കര, PP അഹമ്മദ് കുട്ടി ഹാജി, MTP അബ്ദുൽ ലത്തീഫ്, T മുഹമ്മദ് കുഞ്ഞി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഉദിനൂർ സുന്നി സെന്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി പരത്തിച്ചാൽ റോഡ്, ജുമാ മസ്ജിദ് റോഡ്, പേക്കടം റോഡ്, UPT ലിങ്ക് റോഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു. നിസാർ മിസ്ബാഹി, മുനീർ മിസ്ബാഹി, AG താജുദ്ദീൻ മൗലവി, ഇബ്രാഹിം അമാനി, ഹംസ മൗലവി പിലാവളപ്പ് തുടങ്ങിയവർ റാലി നിയന്ത്രിച്ചു. മദ്രസ വിദ്യാർത്ഥികളായ TP മുഹമ്മദ്, ഷഹ്സാദ് അലി, KK ഫഹീം, TC മുഹമ്മദ്, VP ഇസ്മായിൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം മുത്യാവര 1000 ജമാഅത്ത് അസൈദ് ഷഹീദ് വലിയുല്ലാഹി ദർഗയിൽ നടക്കുന്ന ഉദയാസ്തമന ഉറൂസ് ആഘോഷങ്ങൾക്കായി ദിവസേന എത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. വലിയുല്ലാഹിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച വാർഷിക ഉദയാസ്തമന ഉറൂസ് നൂറ്റാണ്ടുകളായി തുടർച്ചയായി നടക്കുന്ന ആത്മീയ സാംസ്കാരിക സംഗമമാണ്. 5 വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഈ ഉറൂസിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായാണ് വൻതോതിൽ വിശ്വാസികൾ എത്തുന്നത്. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശത്തിന് പേരുകേട്ട മഞ്ചേശ്വരം താലൂക്കിലെ ഉദ്യാവരത്ത് സ്ഥിതി ചെയ്യുന്ന 1000 ജമാഅത്ത് അസൈദ് ഷഹീദ് വലിയുല്ലാഹി ദർഗയിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉദയാസ്തമന ഉറൂസ് ആഘോഷങ്ങൾക്കായി ദിവസേന ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്നു. ചരിത്ര രേഖകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും പ്രകാരം ഉദ്യാവരയിലെ പുരാതന ജുമാ മസ്ജിദ് AD 1011 നിർമ്മിക്കപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക സന്ദേശം വ്യാപിപ്പിച്ച ആദ്യകാല കേന്ദ്രങ്ങളിലൊന്നായ ഈ പ്രദേശത്ത് ആ കാലഘട്ടത്തിലെ കടൽമാർഗ വ്യാപാര ബന്ധങ്ങളും ദവാ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമായതായി ചരിത്രകാരന്മാർ പറയുന്നു. പ്രവാചകന്റെയും അനുചരന്മാരുടെയും കാലത്ത് നിർമ്മിതമായതായി വിശ്വസിക്കപ്പെടുന്ന ഉദ്യാവര ജമാഅത്ത് ജുമാ മസ്ജിദ് 1000-ലേറെ വർഷങ്ങളായി ആരാധനയുടെയും ഖുർആൻ പഠനത്തിൻ്റെയും സാമൂഹിക ഐക്യത്തിൻ്റെയും കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു. നിരവധി പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടും പള്ളിയുടെ അടിസ്ഥാന ഘടന സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. പള്ളിയോട് ചേർന്നുള്ള ദർഗാ ഷരീഫ് ഈ പ്രദേശത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രചരിപ്പിച്ച മഹാനായ അസൈദ് ഷഹീദ് വലിയുല്ലാഹിയുടെ അന്ത്യവിശ്രമ സ്ഥാനമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ സമാധാനവും ആശ്വാസവും തേടിയെത്തുന്ന കേന്ദ്രമായി ഈ ദർഗ ഇന്നും നിലകൊള്ളുന്നു. വലിയുല്ലാഹിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച വാർഷിക ഉദയാസ്തമന ഉറൂസ് നൂറ്റാണ്ടുകളായി തുടർച്ചയായി നടക്കുന്ന ആത്മീയ സാംസ്കാരിക സംഗമമാണ്. ഉദ്യാവരം 1000 ജമാഅത്ത് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യദ് ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുടെ ഉറൂസ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ 5 വർഷത്തിലൊരിക്കലും നടത്തപ്പെടുന്ന ഈ പരിപാടി ഇപ്രാവശ്യം 2026 വളരെ വിജൃംഭണയോടുകൂടെ പരിപാടി നടത്തപ്പെടുകയാണ്. ഇവിടെ ഈ നടത്തപ്പെടുന്ന ഈ പരിപാടി പള്ളിയും മക്കാമുമൊക്കെ 1000 വർഷത്തിൻ്റെ ചരിത്ര പഴക്കമുണ്ട്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രം രേഖപ്പെടുത്തുന്നത് പോലെ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രരേഖകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് വന്ന സഹാബിമാരിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളതിനുള്ള വാമൊഴി ചരിത്രങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഈ ഉറൂസിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി വലിയ തോതിൽ വിശ്വാസികൾ എത്തുന്നു. ഉറൂസിന്റെ ഭാഗമായി ഖത്മുൽ ഖുർആൻ, ദുആ മജ്ലിസ്, ദിക്ർ, മത ആത്മീയ പ്രഭാഷണങ്ങൾ, മൗലൂദ്, അന്നദാനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജനുവരി 3 രാവിലെ 10 മണിക്ക് ഷിർദി ജമാഅത്ത് കാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മനുഷ്യ സൗഹാർദ്ദ സമ്മേളനത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും മതസാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. രാത്രി 8:30 നടക്കുന്ന സമാപന സമ്മേളനം അഖില കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഷിർദി ജമാഅത്തിന്റെ സംയുക്ത കാസിയുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിന് സയ്യിദ് സുഹൈൽ സഖാഫ് തങ്ങൾ നേതൃത്വം നൽകും. മുഖ്യപ്രഭാഷണം കുമ്മനം നിസാമുദ്ദീൻ അസരി നിർവഹിക്കും. ഡിസംബർ 4 പ്രഭാത നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ലക്ഷക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുന്നതോടെ ഉദയാസ്തമന ഉറൂസ് സമാപിക്കും. അബ്ദുൽ റഹ്മാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ തങ്കയം കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസം നീളുന്ന പാട്ടുത്സവത്തിന് തുടക്കമായി. ബുധനാഴ്ച രാവിലെ ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ദീപവും തിരിയും എഴുന്നള്ളിച്ചത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആചാരസ്ഥാനികരും ബാല്യക്കാരും ചേർന്ന് അനുഷ്ഠാനപൂർവ്വമാണ് ദീപവും തിരിയും ക്ഷേത്രത്തിൽ എത്തിച്ചത്. പൂമാല ഭഗവതിയുടെ സന്നിധിയിൽ ദീപം പകർന്നതോടെ പാട്ടുത്സവത്തിന് ആരംഭം കുറിച്ചു. 2ഉം 3ഉം പാട്ടുദിനങ്ങളിൽ വൈകുന്നേരം വിജയകുമാർ മുല്ലേരി പ്രഭാഷണം നടത്തും. ജനുവരി 2 രാത്രി 10 പെരുംകൊട്ടിനും നെയ്ക്കൂട്ടലിനും ശേഷം ദേവിയുടെ ആഗമനം പ്രതിപാദിച്ച് മരക്കലപ്പാട്ട് നടക്കും. ജനുവരി 3 4ാം പാട്ടുദിനത്തിൽ കാവിലെ പാട്ടും 5ാം പാട്ടിന് നാഗത്തിൽ ഉത്സവവും നടത്തും. ജനുവരി 5 വൈകുന്നേരം കളത്തിലരിക്ക് ശേഷം ആവേശകരമായ തേങ്ങയേറോടെ പാട്ടുത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. MK ബ്രദേഴ്സ് കുറിച്ചിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മംഗൽപാടി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അനുമോദിച്ചു. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. MK ബ്രദേഴ്സിന്റെ ഓഫീസിൽ നടന്ന അനുമോദന പരിപാടിയിൽ AK അഷ്റഫ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാ, കായിക, സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും നിറസാന്നിധ്യമായ MK ബ്രദേഴ്സ് കുറിച്ചിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മംഗൽപാടി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അനുമോദിച്ചു. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. MK ബ്രദേഴ്സിന്റെ ഓഫീസിൽ നടന്ന അനുമോദന പരിപാടിയിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതിനുശേഷം 5 വർഷക്കാലം സാമൂഹ്യ പ്രവർത്തനം, വികസനം, ബ്ലഡ് ക്യാമ്പുകൾ, ആരോഗ്യ മേഖലയിൽ നല്ല സിഗ്നേച്ചർ, അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും മനോഹരമായി മംഗൽപാടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സംഘടനയായി MK ബ്രദേഴ്സ് മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നെല്ലാവർക്കും അറിയാം, ഒരു പുതുവത്സര ദിനമാണ് ജനുവരി മാസം 1-ാം തീയതി. ഇന്നിവിടെ ജനപ്രതിനിധികളെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഈ റോഡിന്റെ പ്രധാനപ്പെട്ട ആവശ്യവും ഈ നാടിന്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോൾ വരുമ്പോഴും എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലം മുഴുവനും ചെലവിട്ട ഒരു റോഡാണ്. എൻ്റെ ഉപ്പയുടെ അൽഫല ട്രാവൽസ് ടൈപ്പിസ്റ്റ് അബൂദർച്ച എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ ആളുകൾക്ക് അറിയില്ല. പഴയ തലമുറയിൽ ആര് വന്നാലും ഞാൻ എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് 5ാമത്തെ വയസ്സിൽ വന്നിരുന്നാൽ തൊട്ടടുത്ത അനഫി പള്ളിയിൽ വന്ന് ഒരു ബാങ്ക് കേൾക്കും. അപ്പൊ ആ ബാങ്ക് ഒരു തമിഴ് ചുവയുള്ള ബാങ്കാണ്. ഞാൻ കുട്ടിയായപ്പോ ആ പള്ളിയിലെ മുക്രിക്കായിട്ടുണ്ടായത് ഒരു തമിഴ് കലർന്ന ഒരാളായിരുന്നു. ഇപ്പോഴും മനസ്സിൽ ആ മനുഷ്യന്റെ ചിത്രമുണ്ട്. അത് മാത്രമല്ല, എല്ലാവരും ഉപ്പാന്റെ വീട്ടിലേക്ക് തൊട്ട് മുമ്പ് 2 അദ്രാമാജിമാരെ 2 സിൽവറിന്റെ ഷോപ്പ്, നമ്മുടെ രാംപണ്ണന്റെ ഒരു ചെറിയ ടൈലറിംഗ് ഷോപ്പ്, അപ്പുറത്ത് അദ്ദച്ചാന്റെ ഒരു ഷോപ്പ്. MLAയെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ പർവേസ്, മുബീൻ, നീൽകമൽ ഹമീദ് എന്നിവർ അനുമോദന പരിപാടിക്ക് നേതൃത്വം നൽകി. കലാ, കായിക, സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും 25 വർഷത്തോളമായി സേവന രംഗത്തുള്ള MK ബ്രദേഴ്സ് കുറിച്ചിപ്പള്ള ഇത്തരത്തിലുള്ള നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നിരവധി രോഗികൾക്കും നിർധനരായ കുടുംബങ്ങൾക്കും അത്താണി കൂടിയാണ് ഈ കൂട്ടായ്മ. പ്രദേശത്ത് നിരവധി മെഡിക്കൽ ക്യാമ്പുകളും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തിയും MK ബ്രദേഴ്സ് കുറിച്ചിപ്പള്ള നാടിനെ സേവിക്കുന്നു.
നിരവധി പേർ പങ്കെടുത്ത അനുമോദന പരിപാടി ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അംഗീകാരവും നാടിൻ്റെ സ്നേഹമറിയിക്കുന്ന പരിപാടിയായും മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തളങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശുദ്ധ ഖുർആൻ പഠന കേന്ദ്രമായ നജാത്ത് ഖുർആൻ അക്കാദമിയുടെ 13ാം വാർഷിക 1ാം സനദ്ദാന സമ്മേളനം വെള്ളിയാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 13 വിദ്യാർത്ഥികൾക്ക് നാജിയാനി ബിരുദം നൽകുന്ന പരിപാടിയിൽ ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് തളങ്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശുദ്ധ ഖുർആൻ പഠന സ്ഥാപനമാണ് നജാത്ത് ഖുർആൻ അക്കാദമി. കഴിഞ്ഞ 13 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കുട്ടികളെ ഹിഫ്ദ് പഠിക്കുന്നതോടൊപ്പം മതബോധിക സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു വ്യത്യസ്തമായ ക്യാമ്പസാണ്. സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 13 വിദ്യാർത്ഥികൾക്കുള്ള സനത് നൽകുന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ 1ാം സനത് ദാന 13ാം വാർഷിക സമ്മേളനം ജനുവരി 2, 3, 4 നാളെയും മറ്റന്നാളും ഞായറാഴ്ചയുമായിട്ട് കാസർഗോഡ് ബാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹാഫിലുകൾ പങ്കെടുക്കുന്ന ഒരു ഖുർആൻ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 400ഓളം ഹാഫിലുകൾ വിവിധ ഘട്ടങ്ങളിലായി മത്സരിച്ച് അതിൽ നിന്ന് മികച്ച 20 ഹാഫിലുകൾ, ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനാണ് അവർ വന്ന് സെമി ഫൈനലും ഫൈനൽ റൗണ്ടും മത്സരിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉണ്ട്. 2ാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 50,000 രൂപ, 25,000 രൂപ. എല്ലാ മത്സരാർത്ഥികൾക്കും ഫൈനലിസ്റ്റുകൾക്കൊക്കെ 5,000 രൂപയും അല്ലാതെ ക്യാഷ് അവാർഡ് നൽകുന്ന വലിയ ഒരു പ്രോഗ്രാമാണ്. അന്നേ ദിവസം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ 5ഓളം ഹാഫിലുകളുടെ അവരുടെ ഖുർആൻ അവസാന പാഠം ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഖത്മുൽ ഖുർആൻ സംഗമവും ഉദ്ഘാടന സമ്മേളനവും ഉണ്ട്. അത് സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ അവറുകളാണത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അതിലൊരു ശൈലിയിൽ മാത്രമാണ് കോമൺ ആയിട്ട് പാരായണം ചെയ്യപ്പെടാറുള്ളത്. പക്ഷേ ഈ മേഖലയിലെ ആ വിവിധ 10ഓളം ശൈലികളുള്ള പാരായണത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ വിവിധ ഹിഫ്ള് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ ഖുർആൻ പഠന മേഖലയിൽ താല്പര്യമുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന അതിൻ്റെ ഒരു കരിയർ സാധ്യതകളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള വലിയൊരു ഇനീഷ്യേറ്റീവാണ്. അത് ശനിയാഴ്ച ദിവസമാണ് നടക്കുന്നത്. അവസാന ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയത്ത് നിലവിലെ സാഹചര്യത്തിലെ ഏറ്റവും ഗൗരവപൂർവമായി ചർച്ച ചെയ്യപ്പെടുന്ന സമകാലിക വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന രൂപത്തിൽ ഒരു യുവജന സംഗമം സംഘടിപ്പിക്കുന്നു. അതിൽ കേരളത്തിലെ അറിയപ്പെട്ട സംവാദകരിൽ ഒരാളായ ഉസ്താദ് ഷുഐബുൽ ഹൈത്തമി, അദ്ദേഹമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ സംവാദവേദികളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ സംവാദങ്ങളൊക്കെ നേതൃത്വം വഹിച്ച ആളാണ് അദ്ദേഹം. അതുപോലെ ഒരു സജീർ ബുഖാരി, സി ഹംസ സാഹിബ് എന്ന് പറയുന്ന അവരൊക്കെയാണ് പങ്കെടുക്കുന്നുള്ളത്. കൂടാതെ അന്നേ ദിവസമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിന് സ്വന്തമായ ഒരു ക്യാമ്പസ് എന്ന സ്വപ്നത്തിലേക്ക് വേണ്ടി ആ ക്യാമ്പസിൻ്റെ ശിലാസ്ഥാപന കർമ്മവും അന്ന് നടക്കും. ഞായറാഴ്ച വൈകുന്നേരം ശിലാസ്ഥാപനത്തെ നിർവഹിക്കുന്നത് പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നവർക്കുള്ള നാജിയാനി എന്ന പേരിൽ ഒരു ബിരുദദാനം ചടങ്ങുണ്ട്. അത് ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കൂടിയായ സയ്യിദുൽ ഉലമ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ആ പ്രൗഢഗംഭീരമായ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സനത് നൽകുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയായ സയ്യിദ് അലി തങ്ങൾ കുമ്പോൽ അവറുകളാണ്. സനത് ദാന പ്രഭാഷണം നിർവഹിക്കുന്നത് കോഴിക്കോട് വലിയ ഖാദി പാണക്കാട് സെയ്ദ് നാസിർ അബ്ദുല്ലാഹി ശിഹാബ് തങ്ങളാണ്. അതേപോലെ തന്നെ ആ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഡോക്ടർ റാഷിദ് ഗസാലിയാണ്. അദ്ദേഹം വയനാട്ടുകാരനാണ്. കൂടാതെ ആ ഒരു ചടങ്ങിൽ അനുഗ്രഹീത ഭാഷണം നിർവഹിക്കുന്നത് തെന്നിന്ത്യയിലെ ഉത്തമ കലാലയമായ ജാമിയ നൂരിയ അറബിയ എന്ന് പറയുന്ന ഇസ്ലാമിക സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായ ദിയാവുദ്ദീൻ ഫൈസി അവറുകളാണ്. ഇതിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ കാലങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ വിശിഷ്യ വിശുദ്ധ ഖുർആൻ പഠന മേഖലയിൽ കോൺട്രിബ്യൂഷൻ നടത്തിയ 2 മഹൽ വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഒന്ന് സിറ്റി ഗോൾഡ്
കരീം എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ കരീം കോളിയാട് എന്നിവരാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദശകങ്ങളായി വിശുദ്ധ ഖുർആൻ പഠന മേഖലയിൽ വലിയ അർത്ഥത്തിൽ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. രണ്ടാമത്തത് നിലവിൽ ദുബായ് ഔക്കാഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഉസ്താദ് അബ്ദുസലാം മൗലവി കൊടുവള്ളി അവറുകളാണ്. ഇവർ 2 പേരെയും നമ്മൾ ആ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ പ്രോഗ്രാമുകളോടുകൂടെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമാണ്. നജാത്ത് ഖുർആൻ അക്കാദമി പ്രസിഡന്റ് അബൂബക്കർ സിയാദ്, ഡയറക്ടർ ഡോക്ടർ ബാസിം ഗസാലി, മാനേജർ സയ്യിദ് ഹാമിദി, പ്രിൻസിപ്പൽ ഹാഫിൾ ഷാക്കിറുദ്ദീൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആരിഫ് റഹ്മാൻ ഹുദവി, PTA പ്രസിഡന്റ് ബഷീർ ദാരിമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അർദ്ധരാത്രി സംഘടിച്ചെത്തിയവർ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ അക്രമം നടത്തി. വാഹനങ്ങളും ടോയ്ലറ്റുകളും അടിച്ചു തകർത്തു. അക്രമത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. അക്രമത്തിൽ പരിക്കേറ്റ പശ്ചിമ ബംഗാൾ സ്വദേശി ബിറ്റു അലിയെ തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലെ പോഗോ റെസ്റ്റോറന്റിൽ രാത്രി 11:30-ന് 4 പേർ എത്തി ഭക്ഷണം ഓർഡർ ചെയ്ത് 5 മിനിറ്റ് കഴിയും മുൻപ് മുകൾ നിലയിൽ ബഹളമുണ്ടാക്കുകയും പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. മാനേജർ ഇവരുമായി സംസാരിച്ച് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴേക്കും ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. പോലീസിൽ വിവരമറിയിച്ച് അവരെത്തി 4 പേരെ അവിടെ നിന്നും മാറ്റിയെങ്കിലും പോലീസ് പോയ സമയത്ത് കൂടുതൽ പേർ റെസ്റ്റോറന്റിന്റെ ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന് ഇരുചക്ര വാഹനങ്ങളും ടോയ്ലറ്റിന്റെ വാതിലുകളും മറ്റും തല്ലി തകർക്കുകയായിരുന്നു. കാറിലും ബൈക്കുകളിലുമായി എത്തിയ 20-ൽ പരം പേരുള്ള സംഘത്തിന്റെ കയ്യിൽ മരവടികളും ഹെൽമറ്റുകളും ഉണ്ടായിരുന്നു. സംഭവത്തിൽ പോഗോ റെസ്റ്റോറന്റ് മാനേജർ ഉദിനൂരിലെ ശിഹാബ് ചന്ദേര പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫസ്റ്റ് 4 ആൾ വന്ന് ഫ്രൈഡ് ചിക്കനും മന്തി ഓർഡർ ചെയ്ത് നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് ചിക്കന് 15 മിനിറ്റ് ടൈമെന്ന് വെയിറ്റർമാർ പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപാട് ഇവർ മുകളിൽ നിന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എറിഞ്ഞ് പൊളിച്ച് ഫാമിലി ഉണ്ടായത് അവരിൽ ഇറങ്ങി ഓടി. അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് 4 ആളെ ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. സ്റ്റേഷനിലെത്തിയിട്ടാണെങ്കിലും ഉറപ്പുണ്ട്. രണ്ടാമത് വിളിച്ച സമയത്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപാട് 10-25 ആൾ വന്ന് എല്ലാം അടിച്ച് പൊളിച്ച് സ്റ്റാഫിനെ തച്ച് ഡോറ് പൊളിച്ച് പാരയും വടിയെല്ലാം കല്ലും എല്ലാം എടുത്തിട്ടാണ് വന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ടൗണിലെ പോഗോ റെസ്റ്റോറന്റിൽ നടന്ന അക്രമത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ പോലീസ് കൈക്കൊള്ളണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുവാനെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കർശന നടപടികൾ എടുത്തില്ലെങ്കിൽ അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. ഞങ്ങളുടെ ഹോട്ടലിൽ ഇന്നലെ രാത്രി ഒരു 11:30 ഒരു 4 ആളുകൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു. ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ഹോട്ടലിൻ്റെ സപ്ലയറും പറഞ്ഞിരുന്നു ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും ഈ ഭക്ഷണം കിട്ടാനെന്ന്. അപ്പോൾ അവർ ഏത് മദ്യലഹരിയിലായിരുന്നോ ഏതെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവ് പോലത്തെ എന്തെങ്കിലും സാധനം അടിച്ചിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞപാടെ മുകളിൽ നിന്ന് പ്ലേറ്റുകൾ തല്ലി പൊളിക്കുകയും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്തൊരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതനുസരിച്ച് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും SI ഉൾപ്പെടെ പോലീസ് കൊണ്ടിരുന്ന ഇവിടെ ആളുകൾ വരികയും ഇവരെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഹോട്ടലുകാരൻ പോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം നിയമപാലകരുടെ സഹായമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിയമപാലകർ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് മറിമായമാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ 15 അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം 10-25ഓളം ആളുകൾ കുറുവടികളുമായിട്ട്, അതാ വടികളെല്ലാം അവിടെ കിടപ്പുണ്ട്, വടികളുമായിട്ട് വന്നാണ് ഹോട്ടൽ തല്ലിപ്പൊളിക്കുകയും
ഇവിടെ ഒരു സ്റ്റാഫിന് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൂക്കിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർത്തും അപലപനീയമായ സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ വെറും കണ്ണുകളോടെ അല്ലെങ്കിൽ വെറും കൈയോടെ കാണാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് സാധിക്കില്ല. ഇതിന് കർശനമായ നടപടികൾ പ്രതികൾ ആരായാലും അവരുടെ മേൽ സ്വീകരിക്കണം. അതിനുവേണ്ട എല്ലാ സമ്മർദ്ദങ്ങളും സംഘടന ചെലുത്തും. ഇപ്പോൾ പ്രാഥമികമായി ചന്ദന പോലീസ് സ്റ്റേഷനിൽ CIക്കുള്ള പരാതി കൊടുക്കാൻ പോവുകയാണ്. അവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തുടർ നടപടികളുമായി സംഘടന മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ തുടക്കത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. സംഭവത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിൽ പോലീസ് അമാന്തം കാണിക്കുന്നതായും ആരോപിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാഞ്ഞങ്ങാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഫീഖ് ബൈത്താൻ, യൂണിറ്റ് പ്രസിഡന്റ് മനോജ് നീരിടിൽ എന്നിവരും സംഭവസ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന അൽബിർ സ്കൂൾസിന്റെ കാസർഗോഡ് സോണൽ മത്സരങ്ങൾ ജനുവരി 5, 6 തീയതികളിലായി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള അൽബിർ സ്കൂൾ എതിർത്തോടിൽ വെച്ച് നടക്കും. ജനുവരി 5-ന് പ്രൈമറി വിഭാഗത്തിന്റെയും 6-ന് പ്രീ പ്രൈമറി വിഭാഗത്തിന്റെയും മത്സരങ്ങളിൽ ജില്ലയിലെ 40-ലധികമുള്ള സ്കൂളുകളിൽ നിന്നായി 1000-ഓളം കുരുന്ന് പ്രതിഭകൾ മാറ്റുരയ്ക്കും. ജനുവരി 5-ന് തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ അബ്ദുല്ല കുഞ്ഞി എതിർത്തോട് പതാക ഉയർത്തുന്നതോടെ ഫെസ്റ്റിന് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന പ്രൈമറി ഫെസ്റ്റിന്റെ ഉദ്ഘാടന സെഷനിൽ SMF ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം നിർവഹിക്കും. അൽബിർ സ്റ്റേറ്റ് സമിതി കൺവീനർ ഉമ്മർ ഫൈസി മുക്കം മുഖ്യാതിഥിയാകും. സമസ്ത ജില്ലാ മുഷാവറാംഗം EP ഹംസത്തു സഅദി അനുഗ്രഹ ഭാഷണം നടത്തും. അൽബിർ നാഷണൽ ഫെസ്റ്റ് ജനറൽ കൺവീനർ ജാബിർ ഹുദവി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് പ്രൈമറി വിഭാഗങ്ങളുടെ മത്സരങ്ങൾ നടക്കും. ജനുവരി 6-ന് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന പ്രീ പ്രൈമറി ഫെസ്റ്റിന്റെ ഉദ്ഘാടന സെഷനിൽ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് MS തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ചെയർമാൻ അബ്ദുല്ല കുഞ്ഞി എതിർത്തോട് അധ്യക്ഷത വഹിക്കും. സമസ്ത കർണാടക ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ ഉദ്ഘാടനം നിർവഹിക്കും. അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തും. സമസ്ത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ചെങ്കള അബ്ദുല്ല ഫൈസി അനുഗ്രഹ ഭാഷണം നിർവഹിക്കും. എതിർത്തോട് ഖത്തീബ് അബ്ദുനാസർ യമാനി, അൽബിർ സ്റ്റേറ്റ് ട്രെയിനിംഗ് കൺവീനർ ഫൈസൽ ഹുദവി പരതക്കാട്, അൽബിർ നാഷണൽ ഫെസ്റ്റ് ചെയർമാൻ മൊയ്തു മാസ്റ്റർ വാണിമേൽ, ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി കോർഡിനേറ്റർ സവാദ് വാഫി, കൂടാതെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് കർണാടക സ്പീക്കറായിട്ടുള്ള ബഹുമാനനായ UT ഖാദർ സാഹിബാണ്. അതോടൊപ്പം ആ പരിപാടിക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് SMFന്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റായ സയ്യിദ് ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ടാണ്. അൽബിറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ബഹുമാനനായ KP മുഹമ്മദ് സാർ അധ്യക്ഷത വഹിക്കും. അതുപോലെ അൽബിറിൻ്റെ സ്റ്റേറ്റ് സമിതി കൺവീനർ ഉമർ ഫൈസി മുക്കം മുഖ്യാതിഥിയായിരിക്കും. സമസ്ത ജില്ലാ മുഷാവർ അംഗം ബഹുമാനനായ EP ഹംസത്തു സഅദി അനുഗ്രഹ ഭാഷണം നടത്തും. അൽബിറിൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് അതിൻ്റെ മുഖ്യപ്രഭാഷണം എനിക്ക് ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈമറി വിഭാഗത്തിൻ്റെ മത്സരമാണ് ആദ്യ ദിവസം നടക്കുന്നത്. ജനുവരി 6 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പ്രീ പ്രൈമറി വിഭാഗത്തിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കർണാടക സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുംകൈ അവർകളാണ്. ആ പരിപാടിക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് സയ്യിദ് MS തങ്ങൾ മദനി അവർകളാണ്. മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ തങ്ങളവർകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ അബ്ദുല്ല കുഞ്ഞി എതിർത്തോട്, പ്രോഗ്രാം കോർഡിനേറ്ററും അൽബിർ ജില്ലാ കോർഡിനേറ്ററുമായ ജാബിർ ഹുദവി ചാനടുക്കം, എതിർത്തോട് ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബൂബക്കർ ഹാജി, എതിർത്തോട് ഖത്തീബ് അബ്ദുനാസർ യമാനി, സ്വാഗത സംഘം ജനറൽ കൺവീനർ മൂസ കുഞ്ചാർ, ബദിയടുക്ക റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സെക്രട്ടറി അബ്ദുറസാഖ് അർഷദി, യൂത്ത് ലീഗ് എതിർത്തോട് യൂണിറ്റ് പ്രസിഡന്റ് യാസർ കുന്നിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേർസാക്ഷ്യം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കർണാടകയിലേത് കോൺഗ്രസ് ബുൾഡോസർ രാജ് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്.
കർണാടകയിലുണ്ടായത് കോൺഗ്രസ് ബുൾഡോസർ രാജ് എന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേർസാക്ഷ്യം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സംഭവത്തിന്റെ നേർചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ആ JCB ബുൾഡോസർ രാജ് ആയി മാറിയത് എങ്ങനെയാണ്? അത് ഉത്തർപ്രദേശിൽ നിന്നുമാണ് നമ്മൾ ആ കാഴ്ച ആദ്യം കണ്ടത്. ഡൽഹിയിൽ നമ്മൾ ആ കാഴ്ച കണ്ടിരുന്നു. BJP സംഘപരിവാർ ഭരിക്കുന്ന നാടുകളിൽ അവിടുത്തെ അവരുടെ ജനഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അവിടെ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്കം നിൽക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ശബ്ദമില്ലാത്തവർ, ഇവർക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമായി ബുൾഡോസർ മാറിയിരിക്കുകയാണ്. നമ്മളത് ഉത്തർപ്രദേശിൽ കണ്ടു. മനുഷ്യത്വരഹിതമായി മതന്യൂനപക്ഷങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ശബ്ദിക്കുവാൻ അർഹതയില്ലാത്തവർക്ക് നേരെ രാത്രിയിൽ ബുൾഡോസറിന്റെ വലിയ ടയറുകൾ കയറി ഇറങ്ങുന്നത് ഒരു പ്രതികരണവുമില്ലാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടു. അതിനെ ന്യായീകരിക്കുന്നവർ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് RSS അല്ലേ, അത് സംഘപരിവാർ അല്ലേ? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ അവർക്ക് കയ്യടി കിട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSഉം BJPയും എല്ലാം അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഈ രാജ്യത്തിലെ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു. മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്ര ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളായി. രാവണേശ്വരം കോതോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന 4 നാൾ നീണ്ട ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ അടുക്കത്ത് ചാമുണ്ടി, വിഷ്ണുമൂർത്തി, മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വൈകിട്ട് 4 മണിക്ക് മുളവന്നൂർ ഭഗവതിയുടെ തിരുമുടി നിവർന്നു. തുടർന്ന് ഗുളികൻ തെയ്യം അരങ്ങിലെത്തി. വിളക്കലരിയും നടന്നു. ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടുകൂടി കളിയാട്ടത്തിന് സമാപനമായി. ജനുവരി 4-ന് ഉപദേവസ്ഥാനമായ ചോനാട്ട് കാലിച്ചാൻ ദേവസ്ഥാനത്ത് കാലിച്ചാൻ ദേവവും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി BA റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CH മൊയ്തീൻ, ജില്ലാ സെക്രട്ടറി നൈനു കാസർഗോഡ്, ജില്ലാ ട്രഷറർ RMA മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു.
സെക്രട്ടറി MFK സലാം സ്വാഗതവും ട്രഷറർ ശ്രീശൻ നന്ദിയും പറഞ്ഞു. നീലേശ്വരം മത്സ്യ മാർക്കറ്റ് മുനിസിപ്പാലിറ്റി ഇടപെട്ട് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു. VV കുഞ്ഞികൃഷ്ണനെ പ്രസിഡന്റായും MFK സലാമിനെ സെക്രട്ടറിയായും ശ്രീശനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കൂടാതെ 18-അംഗ കമ്മിറ്റിയും നിലവിൽ വന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലേബർ കോഡ് പിൻവലിക്കണമെന്ന ആവശ്യം AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കമെന്നും ലേബർ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ നടത്തി. സമരം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. 100 ദിവസം എന്നുള്ളത് 200 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന കൂലി വർധനവും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര സമരരംഗത്ത് വന്നതാണ്. എന്നാൽ 2000 തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന കാര്യമാണ്, ഞങ്ങളാണ് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതെന്ന് പറയുന്നു. എന്നാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ് നേതാവായ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 543 അംഗ ലോക്സഭയിൽ 454 MP-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. അത്രമാത്രം മൃഗീയ ഭൂരിപക്ഷം നിങ്ങൾക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഒരു തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. P. ബാലകൃഷ്ണൻ, CK ബാബുരാജ്, P. മിനി, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, K. ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗോവിന്ദൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കൌൺസിലർ PM മിനിമോൾ എന്നിവർ സംസാരിച്ചു. K. ശാർഗാധരൻ അധ്യക്ഷത വഹിച്ചു. A. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൊസ്ദുർഗ് ഉപജില്ലാ ചാമ്പ്യന്മാർ. 958 പോയിന്റുകൾ നേടിയാണ് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾക്കൊടുവിൽ ഹൊസ്ദുർഗ് ഉപജില്ല കലാകിരീടം നേടിയത്. കാസർഗോഡ് പാത്രം കഴുകുകയായിരുന്ന ഭാര്യയെ ആസിഡ് ഒഴിച്ച് കൊല്ലുവാൻ ശ്രമം. ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്തൂരിലെ സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫറെ സ്കൂട്ടർ ഇടിച്ച് കൊല്ലുവാൻ ശ്രമമെന്ന് പരാതി. ചെറുവത്തൂർ തിമിരി സ്വദേശിയും ഹൃദയരോഗ ചികിത്സയിലുമുള്ള KP സതീശനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് CH സെന്റർ 2ാമത് സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ കേരള യാത്ര പ്രചരണാർത്ഥം സൈക്കിൾ റാലി നടത്തി. തൃക്കരിപ്പൂർ തങ്കയം കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ 6 ദിവസം നീളുന്ന പാട്ടുത്സവത്തിന് തുടക്കം. ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. അർദ്ധരാത്രി സംഘടിച്ചെത്തിയവർ തൃക്കരിപ്പൂർ ടൗണിലെ റെസ്റ്റോറന്റിൽ അക്രമം നടത്തി. വാഹനങ്ങളും ടോയ്ലറ്റുകളും അടിച്ചു തകർത്തു. അക്രമത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്ക്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.